ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. അതൊരു അപ്ഡേറ്റ് നമ്മുടെ L365 പക്ഷേ ഇനി മുതൽ L365 എന്നല്ല സിനിമയുടെ പേര്, L366 എന്നാണ്. അപ്പോൾ നമ്മുടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്ന ഈ സിനിമ ജനുവരി 23 ഷൂട്ടിംഗ് തുടങ്ങും. ലാലേട്ടൻ ഒരു ക്ലീൻ ഷേവ് ലുക്ക്, ഒരു കോപ്പ് ലുക്കിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലുക്കിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും L366 ഇനി മുതൽ സിനിമയുടെ ഒരു താൽക്കാലിക പേര്. സ്പിരിറ്റ് എന്ന പ്രഭാസ് ചിത്രം അടുത്ത വർഷം 2027 മാർച്ച് 5 റിലീസ് ചെയ്യാൻ പോണത്. നമ്മുടെ ലാലേട്ടനും പിന്നെ ഷാരിഫ് മുഹമ്മദ്, അതായത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റും ഇവർ ജസ്റ്റായിട്ട് ചെറിയൊരു ഡിസ്കഷൻ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മേ ബി നമ്മുടെ മമ്മൂക്കയുടെ കാലു റഹ്മാൻ ചിത്രത്തിന് ശേഷം നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അടുത്തൊരു ചിത്രം ചിലപ്പോൾ മോഹൻലാലിൻ്റെ ആവാം. നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണ് എന്തായാലും ഒരു കലക്കൻ ചിത്രം തന്നെ ആവട്ടെ. ഈ വർഷം വൻ ഹൈപ്പിൽ വരാനുള്ള ചിത്രമാണല്ലോ കത്തനാറ്. സിനിമയുടെ ടീസറിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ടീസറിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 മിനിറ്റിനടുക്കുണ്ട് ടീസർ. അപ്പോൾ ഒരു ട്രെയിലർ പോലെയാണ് ടീസറൊക്കെ വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തനാറിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ട് ഓസ്ട്രേലിയയിലാണ് നടക്കുന്നത്, കേരളത്തിലൊന്നുമല്ല. അപ്പോൾ അത്യാവശ്യം സീക്രട്ടായിട്ടാണ് ആ പരിപാടിയൊക്കെ നടക്കുന്നത്. എന്നാൽ ലാലേട്ടൻ്റെ ലുക്കും കത്തനാറിൻ്റെ ടീസറിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കൊത്തയ്ക്ക് ശേഷം നമ്മുടെ ദുൽഖർ മലയാളത്തിലേക്ക് വരുന്ന ചിത്രമാണല്ലോ ഐ ആം ഗെയിം. സിനിമ അങ്ങനെ ഓഗസ്റ്റ് 20 എത്തുന്നുണ്ട്, റിപ്പോർട്ട്സിൽ വരുന്നുണ്ട്. എന്തായാലും 20 ഏകദേശം ലോക്കായ ഒരു ഡേറ്റ് തന്നെയാണ്. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തായാലും വരട്ടെ. ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ജിത്തു ജോസഫ് അടുത്ത സിനിമയിൽ അദ്ദേഹത്തിൻ്റെ നായകനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണ്. അപ്പോൾ അതും ഒരു ഗംഭീര സിനിമ തന്നെ ആവട്ടെ. ക്ലാഷുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ ഒട്ടനവധി ക്ലാഷുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു ക്ലാഷ് വന്നിട്ടുണ്ട്. നമ്മുടെ 2 റിലീസ് ചിത്രങ്ങളാണ്, അതായത് അജിത്തിൻ്റെ മങ്കാത്തയും പിന്നെ നമ്മുടെ വിജയുടെ തെരി സിനിമയും ഈ വരുന്ന ജാനുവരി 23 ക്ലാഷിൽ എത്തുകയാണ്. രണ്ടും ഓൾറെഡി ഇറങ്ങിയ ചിത്രങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതിൽ ക്ലാഷ് റിലീസ് ആരാ വിജയ് എന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ വരുന്ന ജാനുവരി 23 നമ്മുടെ നീമ്പോളിയുടെ അടുത്ത ചിത്രം റിലീസ് ചെയ്തതാണ് ബേബി ഗേൾ. നമ്മുടെ ട്രാഫിക്കിൻ്റെ റൈറ്റർ തന്നെയാണ് ഈ സിനിമയുടെ റൈറ്റർ. സോ നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാം ട്രാഫിക്കിനുമായിട്ടുള്ള ചെറിയ രൂപസാദൃശ്യങ്ങളും പിന്നെ ഏകദേശം അതേ ടച്ചുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രെയിലറിന് ചെക്കൗട്ട് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അതിരടി എന്ന സിനിമയുടെ സെക്കൻഡ് ക്യാരക്ടർ പോസ്റ്റർ ഇന്നേ ദിവസം വൈകുന്നേരം റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്, ഒരു OTT അപ്ഡേറ്റ് ആണ്. 45 എന്ന സിനിമ ഈ വരുന്ന ജാനുവരി 23 നമ്മുടെ C5 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.